السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. إن النفس لعمارة بالسوء، صدق الله المولانا العظيم. قل آمنت بالله ثم استقيم. صدق റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ദുൽഖഅദ് 34 ಇಂಡಿಗೆ ಬರ್ತೈತೆ. ಇಂಡು ಜಾವು ಚಿನ್ನಗೆ ಬೇಲ ಜಾವು ದುಲ್ಹಿಜ್ಜ 1 ತಿಂಗಳಲ್ಲಿ വെച്ച് നമ്മളെല്ലാവരും ഗുന്തുണ്ടു സയ്യിദു ഷുഹൂർ, എല്ലാ തിങ്കളുടെ രാജാവു റമളാൻ തിങ്കൾ. അവനത് ഷഹറുൻ അളീം, നല്ല ഉന്നതമായ തിങ്കൾ. അതേത് ദുൽഹിജ്ജ തിങ്കൾ. അള്ളാഹുവിൻ്റെ ജനത്ത് റമളാൻ രാജാവായിട്ടെങ്കിൽ ಅದರ ಉಪರಾಜಾವು ಉಪನಾಯಕ ദുൽഹിജ്ജ തിങ്കൾ. നല്ല ബണ്ണമായ നല്ല ഗ്രേറ്റസ്റ്റ് തിങ്കളത്. ആ തിങ്കളിൽ മനുഷ്യന്മാരോ, അതായത് ഈമാനുള്ള മനുഷ്യന്മാർ എല്ലാ സർവ്വദോഷം പരിഹാരം ഉണ്ടാക്കടോ. ഇസ്ലാമിയുടെ 5ാമത്തെ കാര്യമായ ഹജ്ജ് ഉണ്ട്. അതിലെന്തുണ്ട്? ഹജ്ജ് ഉണ്ട്. ദുൽഹിജ്ജ തിങ്കളിൽ വൽഫജരി വലയാലിൻ അഷർ, 10 ജാവുടെ അള്ളാഹ് സത്യമായിട്ട് ചെന്നല്ലേ. ആ 10 ജാവുള്ള തിങ്കൾ ഏത്? ദുൽഹിജ്ജ എന്ന് മഹാന്മാർ വ്യാഖ്യാനാക്കിയാർ. വൽ വത്രി, പിന്നെ മഷ്ഹൂദ്, പരിശുദ്ധ ഖുർആൻ ചെന്നു. അങ്ങനത്തെ വൽ വത്രി ചെന്നു. ഗ്രേറ്റസ്റ്റ് 4 അറഫ തിങ്കളുള്ള 4 അത് ദുൽഹിജ്ജ തിങ്കൾ. അള്ളാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഒരുപാട് പരീക്ഷയുടെ മേൽ പരീക്ഷയാക്കിയ വലിയ പരീക്ഷ എന്തോ. സ്വന്തം മോണ്ടമേ ആർക്കു അള്ളാഹു ചെന്ന സ്വന്തം മോണ്ടമേ നക്കായിട്ട് എന്ത് വേണേ തയ്യാറുള്ള നോക്കുകയായിട്ട് അത് ചെല്ലുകയാണ്. കിനാവലും തയ്യാറായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി തയ്യാറായിട്ട് അതിലും പാസ്സാവണം. ആ തിങ്കളേതായിട്ട് ദുൽഹിജ്ജ തിങ്കളായിട്ട്. അതുകൊണ്ട് ദുൽഹിജ്ജ തിങ്കൾ ഭയങ്കര ഗ്രേറ്റസ്റ്റ് തിങ്കൾ. ഈ തിങ്കളിൽ സൈത്താൻ ഭാരീ ബുൾപിಡ್ರ ചെന്നേ ഭയങ്കര ബുൾപിಡ್ರ ഒരു നാളുണ്ട്. അത് ദുൽഹിജ്ജ തിങ്കളിൽ സൈത്താൻ എന്തെങ്കിലും അള്ളാഹു അവൻ്റെ ദാസന്മാരായ ഞങ്ങളോ അള്ളാഹുൻ്റെ ഉമ്മത്തിമാരായ ഞങ്ങളെ സർവ്വദോഷം മാഫാക്ക വെച്ചോ ഒരു നാളുണ്ട് ദുൽഹിജ്ജ തിങ്കളിൽ. അതവണ് ഗൊന്തുണ്ട്. അത്രയുമേല 10 നാൾ ഭയങ്കര ഗ്രേറ്റസ്റ്റ് നാൾ. ദുൽഹിജ്ജ 1 പിടിച്ച 10 തോലോ ബറാബരി. അതായത് ഇബാദത്ത് ചെമ്മ വോൾട്ടേജ് കൊടുക്കണം. അതായത് ചെമ്മ കൂലി കിട്ടുമോ തിങ്കളിൽ ഉള്ള നാളേതായിട്ട് ദുൽഹിജ്ജ 10 നാൾ. ദുൽഹിജ്ജ 10 നാൾ. റമളാൻ്റെ 14 കാട്ടിയാറാ. റമളാനിൽ 14 കാട്ടിയാറാ ഗ്രേഡ് ദുൽഹിജ്ജ 14 ചെന്ന മഹാന്മാരുള്ളാർ. അത്ര ഗ്രേഡുണ്ട് ദുൽഹിജ്ജ 14. അതുകൊണ്ട് എന്താക്കോ ഞങ്ങൾ ദുൽഹിജ്ജ 1 പിടിച്ച ഒലിമ്പത്തോലോ എല്ലാവരും കൈ ഉണ്ടെങ്കിൽ എല്ലാവരും നോമ്പ് പിടിക്കുക. സുന്നത്തായ നോമ്പുക്ക് ബറാബരി ഗ്രേറ്റസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് രീതിയിൽ നോമ്പ് പിടിക്കറോ? ഞങ്ങൾ ഇന്ന നഫ്സല അമ്മാർത്തും ബിസ്സൂ, ഞങ്ങളെ തടി കണ്ടിത്തായിട്ടു ബെടക്ക് ചെമ്മ പ്രേരണ കൊടുക്കും. പരിശുദ്ധ ഖുർആൻ ചൊല്ലോ. ഞങ്ങൾ തടി ചെന്നവൾ ഞങ്ങൾ കേൾക്കോ തീരാ. തടിയുടെ വിരുദ്ധമായിട്ട് കൈയുടെ പരമാവധി ജീവിക്കാൻ നോക്കണം. അതുകൊണ്ട് ഞങ്ങളെ 1ാമത്തെ ശത്രു ആറ്? ഞങ്ങളെ തടി. 2ാമത്തെ ശത്രു ഞങ്ങളെ ശൈത്താൻ. 3ാമത്തത് ദുനിയാവു. 4ാമത്തത് ബിദ്അത്തുകാർ. ഇങ്ങനെ ഞങ്ങളെ ശത്രുന്മാരുള്ളാർ. 5ാമത്തത് ജഹൽ തറ. ഇങ്ങനെ ഞങ്ങളെ ശത്രുങ്ങളെ ഫുള്ള് ഫെയിലാക്കുള്ള തിങ്ങളുമായിട്ട് ദുൽഹിജ്ജ തിങ്കൾ 10 നാൾ. ദുൽഹിജ്ജ തിങ്കൾ 10 നാൾ. അതുകൊണ്ട് എന്താക്കണോ? അള്ളാഹ് റസൂലിനെ മുട്ട സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അയൽ ಬಂದು ചെന്ത് യാ റസൂലല്ലാ, ನಾನು ಬೇರೆಂಗ್ಳೊಟ್ಟು എന്ത് കേൾക്കട അഗത്യമേ പറാത്ത പോലെ നണ്ട ആഖിറ ഹൈറാവുകയായിട്ട്, അതായത് പൂർണ്ണമായ നിലക്ക് വിജയം, ഭൂമിയുടെ മേലും ഭൂമിയുടെ അടി വിജയാവുകയായിട്ട് എന്തെങ്കിലും ഒരൊറ്റ ഫലകം കൊണ്ട് ചെന്തോർ നബിയെ ഒരേ വിഷയ ചെന്തോറു എന്ന് ചെന്നപ്പോൾ നബി എന്ത് ചെന്നു? ഖുൽ ആമന്തു ബില്ലാഹ് സുമ്മ ഇസ്തഖീം. നബി ചെന്നു ഖുൽ, നീ ചെല്ലി ആമന്തു ബില്ലാഹ്, അള്ളാഹുൽ ഞാൻ അപ്പട്ട വിശ്വാസം വെച്ച.
അള്ളാഹു ഞാൻ നമ്പിക്ക പൂർണ്ണമായി നിനക്ക് വെച്ച് സുമ്മസ്തഖീം അതിൽ ഞാൻ ദൃഢമായി അചലമായിട്ട് ഞാൻ അതിൽ ഞാൻ അതേപോലെ അതേപോലെ നിണ്ടുಬಿಟ್ರೆ എന്ന് നിങ്ങൾ ചെല്ലൂರು എന്തെങ്കിലും എന്താ അവിടെ അർത്ഥം എന്തോ അള്ളാഹുടെ മുട്ട അള്ളാഹു ഞങ്ങളെ മുട്ടമേ ഉള്ള ഞങ്ങളെ എല്ലാ പോക്കും വാക്കും നിർത്തും സർവം അള്ളാഹു കണ്ടിട്ടുള്ള അത് കഴിഞ്ഞിട്ട് അള്ളാഹുടെ മുട്ട ഞങ്ങൾ പോകണ്ടെങ്ക അള്ളാഹു ഞങ്ങളെ ചോദ്യം ചെയ്ത എന്നുള്ള ബോധ ഞങ്ങൾ ഇക്കോണം അതുകൊണ്ടു ആ നിലയ്ക്ക് ഇന്നെങ്കിലും എന്താവൂ ഞങ്ങൾ എപ്പോൾ നോക്കി സദാ അള്ളാഹുടെ 24 ഗಂಟೆക്ക് നിയന്ത്രണത്തിൽ അതായത് അള്ളാഹുടെ ഇത് അള്ളാഹു ഞങ്ങളെ നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്താവില്ല അള്ളാഹു അനിഷ്ടമായതാവാത്ത പോലെ കൈയുടെ പരമാവധി ഞങ്ങൾ ജാഗ്രത ആക്കട ചില മനുഷ്യന്മാരെല്ലാവർ ഞങ്ങൾ മരിക്കോണ്ടു അങ്ങനെ എന്നല്ല ചെല്ലാറ് ഞങ്ങളെ ജീവിതത്തിനോ തന്നിന് മേലെ ഗുല്ലാൻ ചെല്ലുക മാത്രം അങ്ങ് ഇഷ്ടം വന്ന പോലെ ജീവിക്കിടാറ് എത്ര ഹറാമായ സ്വരാക്കട അത് ഫുള്ള് മുനാഫിക്ക് കപ്പട്ടത്താന അത് ഫുള്ള് കപ്പട്ടത്താന അള്ളാഹ് റസൂലല്ലേ ആഖിറത്തിൽ ഒരു കൂട്ടം മനുഷ്യന്മാർ ബണ്ടാറ് അള്ളാഹ് റസൂൽ ഉമ്മത്തിമാരെ തിഹാമട്ട് ഒരു വലിയ ഗുഡുണ്ട് തിഹാമ ജബൽ അത്ര അങ്ങ് എന്താക്കിറാറ് ഹൈറാക്കിറാറ് അങ്ങ് അള്ളാഹുവിട്ട് വന്നപ്പോൾ എന്ത് അങ്ങനെ എല്ലാ ഹൈർ അള്ളാഹു നിഷ്ഫലാക്കിയ എന്തുകൊണ്ട് നിഷ്ഫലാക്കിയ അള്ളാഹു സഹാബകളെ ചെന്നിട്ട് കേട്ടാറ് യാ മുത്ത റസൂലുള്ള എന്തുകൊണ്ടത് നിഷ്ഫലാക്കിയ അങ്ങനെ അള്ളാഹു ചെന്ന അള്ളാഹ് റസൂൽ ചെന്ന് അങ്ങ് പോലും ജാവും നല്ല ഇബാത്തിൽ മുങ്ങിടാറ് മനുഷ്യന്മാരില്ലാണ്ടേ മനുഷ്യന്മാരെ കണ്ണ് തപ്പാട്ടിയപ്പോൾ അങ്ങ് എന്താക്കടാറ് ഹറാമായ സ്വരാക്കടാറ് അങ്ങ് അള്ളാഹ് റസൂൽ അനിഷ്ടമായതാക്കിടാറങ്ങ മനുഷ്യന്മാരില്ലാണ്ട് എന്താ കിടക്കണത് അങ്ങ് അള്ളാഹ് റസൂൽ അനിഷ്ടമായതാക്കിടാറ് ഇഷ്ടമില്ലാത്തതാക്കിടാറില്ലേ അങ്ങനെ അത് എന്തൊരു ഡബിൾ ഗെയിം അതിലെന്തില്ല ഖുൽ ആമന്തു ബില്ലാഹ് അള്ളാഹുൽ ഞങ്ങൾ അപ്പട്ട വിശ്വാസം വെച്ചിറ സുമ്മസ്തഖീം അതിൽ ഞങ്ങൾ അചലമായിട്ടുള്ള എന്നുള്ള ആ ദൃഢനിർധാരത്തിക്ക് അപ്പോസിറ്റ് ആക്കിടാറ് അതുകൊണ്ട് അങ്ങനെ എന്താക്കിടാറങ്ങ തിഹാമ ഗുഡെടുത്തിറങ്ങ സത്കരമാക്കിടാറ് അള്ളാഹു അത് ഫുള്ള് ബലമേക്കിടാ അത് 2 ഫുൾ ഫേലാക്കിടാ ഇത് ചെല്ലാറ് അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്താവുക ഈ തിങ്ങളിൽ നിങ്ങൾ കൈയുടെ പരമാവധി നിങ്ങൾ തടിയുടെ ഭയങ്കര നിയന്ത്രിച്ചും കൊണ്ട് എല്ലാ ശൈത്താനുസരിച്ച് ബച്ചമായും കൊണ്ട് ദുനിയാവിടെ പുല്ല് ബല വെച്ചും കൊണ്ട് പിന്നെ ബിദത്തുകാർ അങ്ങേറ്റം വെറുത്തും കൊണ്ടു പിന്നെ ഞങ്ങളെ ജഹൽ തരത്തെ എല്ലാം ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഇഷ്ടം പോലെ ധാരാളം ഇൽമുന്നാഫിയ പഠിച്ചും കൊണ്ട് ഞങ്ങൾ ഈ 14 അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ളൂ ബറാബർ ഇഷ്ടമുള്ളൂ തിങ്ങളല്ലേ അതുകൊണ്ട് ഈ 14 കൈയുടെ പരമാവധി ധാരാളം സത്കർമ്മത്തെ ഖജാനാക്കുക ಅದಕ್ಕೆ ನಾವು ಎಲ್ಲರಿಗೂ ಅಲ್ಲ ಭಾಗ್ಯ നൽകട്ട് ഓരോ സത്കർമ്മത്തെ എന്തൊരു കൂലി എന്തെല്ലാം സത്കർമ്മ ಹಾಕೊಂಡಂಗ ഇൻഷാ അല്ലാ ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കുക ഞങ്ങളെ പഠിച്ചവ ഞങ്ങൾ എല്ലാവരും ഈമാൻ ആരെ കൂടെ എല്ലാ ഭാഗ്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും സർവ്വദോഷം നീ മാഫാക്കുക അല്ലാ ഞങ്ങൾ ഗൊന്തിന്നിട്ടും ഗൊന്തില്ലാണ്ടും ഗുട്ടായിട്ടും റട്ടായിട്ടാക്കിയോ എല്ലാ ദോഷവും നിൽക്കുക ഗൊന്തുണ്ടോ അല്ല ഞങ്ങൾ നിൻ്റെ ധിക്കരിച്ച് ആക്കിയോ അല്ലേ അല്ല അല്ലാ ഞങ്ങളെ തടി ചെന്നതുപോലെ കേട്ടുകൊണ്ട് ആക്കിയത് റഹ്മാന് എല്ലാവർക്കും നീ മാഫാക്ക് റഹ്മാനെ ഞങ്ങളെ സത്കർമ്മല്ല നീ സ്വീകരിക്കുക അല്ല ഈ തിങ്ങളുടെ സർവ്വ അള്ളാഹ് വലിയ ഭാഗ്യത്തോ എല്ലാ ദിക്റും ഫിക്റും ശുക്റായും നീ ഇഷ്ടപ്പെട്ടതല്ല യാറാക്കിക്കൊണ്ട് നിൻ്റെ പുറത്ത് സമ്പാദനക്കുള്ള മഹാഭാഗ്യം അള്ളാഹുൻ്റെ പ്രസിദ്ധ വോൾട്ടേജ് യാറാക്കുള്ള മഹാഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നീ പ്രദാനം ചെയ്യല്ല ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.